ആക്റ്റീവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട്. ആദ്യം ഇട്ട ശേഷം അദ്ദേഹം പിൻവലിച്ച പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ നിരന്തരം മാറ്റിവെക്കുകയാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് നടത്തിയത്. അടുത്ത വരിയാണ് കപ്പൽ ആടിയുലയുകയാണ് എന്നുള്ളതിൻ്റെ സൈറൻ. സുപ്രണ്ട് മുതൽ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ വരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ പ്രതികരണവും ജെന്യുവിൻ ആയി കാണുക. അത്രത്തോളം ആ ഇമോഷണൽ ആയിരുന്നു ഞാൻ അത്രത്തോളം ഇമോഷണൽ ആണ് ഇപ്പോഴും. ഹാരിസ് ഡോക്ടർ ജെന്യുവിൻ ആണെങ്കിലും പാർട്ടിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ആ ഡോക്ടർ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഡോക്ടറുടെ പോസ്റ്റ് വന്ന ശേഷമാണ് പ്രതിപക്ഷം 1-2 കാര്യങ്ങൾ കണ്ടെത്തിയത്. സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. നൂലില്ലാത്ത ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമോ? ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല. സ്വാഭാവികം. പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളെ ശ്രദ്ധിക്കാറുന്ന ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. കപ്പൽ ആടി ഉലയുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കാറുള്ളൂ. സർജിക്കൽ ഉപകരണങ്ങളില്ല, മരുന്നില്ല. എന്നിട്ട് പ്രതിപക്ഷം എന്ത് ചെയ്തു? വരട്ടെ എന്നും വിചാരിച്ച് കാത്തിരുന്നു. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. ഈ രീതിയിലെങ്കിലും സർക്കാരിന്റെ അടുത്തെത്തി നടപടി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അങ്ങേയറ്റം ആയപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാൻ അതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. മേജർ ചെന്നിത്തല എന്ത് പറയും? ഊഹിക്കാമോ? ഊഹം ശരിയാണ്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം 100% ശരിയാണ്. പ്രതിപക്ഷം വിമർശിക്കുന്നു, നാട്ടുകാർ വിമർശിക്കുന്നു. പക്ഷെ നമ്മുടെ ആളുകളെ ഓർത്താണ് ഡോക്ടർ സജി ചെറിയാന്റെ സങ്കടം. നമ്മുടെ ആൾ ഉണ്ടായിരിക്കുക, നമ്മുടെ ആൾ പഠിച്ചിട്ട് പറയണ്ടേ മറുപടി? പഠിച്ചു പറയുന്നവരിലെ ശ്രദ്ധേയമുഖം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എന്ത് വ്യക്തിയെ പറഞ്ഞു ഞാൻ വിശദീകരിച്ചു. MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അതിന് പ്രശ്നമൊക്കെ ഉണ്ടാവും. 100 ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവും. ഉണ്ടാവും. റോഡിൽ കുഴികളുണ്ടാവും, ശസ്ത്രക്രിയകൾ മുടങ്ങും. നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങി, ഒരുപാടെണ്ണം മുടങ്ങി, പലതും കൃത്യമായി നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിക്കൽ പ്രതിപക്ഷം അറിയിക്കണം, അല്ലെങ്കിൽ ഡോക്ടർമാര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടണം, വാട്സപ്പിൽ അങ്ങാറ്റം സ്റ്റാറ്റസ് ഇട്ടാലും മതി, അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടൂല. ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. വിളിച്ചു, പക്ഷെ പരിധിക്ക് പുറത്താണ്. അല്ല, അദ്ദേഹത്തിന് ലഭ്യമല്ല, ഫോണിൽ നമുക്ക് ലഭ്യമല്ല. പ്രിൻസിപ്പളും ഞാനും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ പോസ്റ്റ് ഇട്ടത് മോശമായി പോയി എന്നുള്ളതാണ് DMEയുടെ നിഗമനം. HOD നേരിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. കപ്പിത്താൻ തന്നെ ഇതാ കപ്പൽ ആടിയുലയുന്നുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ